ഞങ്ങളിവിടെ ഇരിക്കുന്നത് ഈ വിഴിഞ്ഞം പ്രദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധികളായിട്ടുള്ള ആളുകളാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ. ഞാൻ ഈ പള്ളിയിലെ വികാരിയച്ഛനാണ്. ഇന്ന് പ്രത്യേകമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖത്തിലേക്കുള്ള തുരങ്കപാതയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. തുരങ്കപാത വരുന്നത് വിഴിഞ്ഞം ഇടവകയിലെ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഭാഗത്തൂടെയാണ്. ആ ഭാഗത്തൂടെ വരുമ്പോൾ അവരുടെ സ്വൈര ജീവിതം ബുദ്ധിമുട്ടാണ്. അവിടെ നിന്ന് കുറേയധികം ആളുകൾ മാറിപ്പോകേണ്ടി വരും. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി വീടുകളത് അഫക്റ്റ് ചെയ്യുമെന്ന് ജനം ആശങ്കാകുലരാണ്. കാരണം ഇത്തരം പ്രവർത്തനങ്ങൾ അതൊന്നും ഉണ്ടാകില്ല എന്ന് പറയുമെങ്കിലും പലപ്പോഴും ഇവിടെ ഇതിനു മുമ്പൊക്കെ നടന്നിരിക്കുന്ന കാര്യം പൈലിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കുറേയധികം വീടുകൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജനം ആശങ്കാകുലരാണ്. അതുകൊണ്ട് ഇടവക പറയുന്നത് ഈ തുരങ്കപാത മറ്റൊരു വശത്തുകൂടെ അത് കണ്ടെത്തി അത് ക്രമീകരിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. കാരണം ഈ തുരങ്കപാത ഇതുവഴി ഇപ്പോൾ പറയുന്ന രീതിയിൽ വരികയാണെങ്കിൽ ഇവിടെ ആകെക്കൂടെ 30,000-ഓളം ആളുകളുണ്ട്. അവർക്കൊരു വലിയ കടപ്പുറം എന്ന് പറയുന്ന ഇപ്പോൾ ചുരുങ്ങി ചെറുതായൊരു കൊച്ചു കടപ്പുറം അവിടെ ഉണ്ട്. അവിടെ നിങ്ങൾ പോയി നോക്കിയാൽ ഇഷ്ടം പോലെ വള്ളങ്ങൾ അവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. അവിടെ പണി ചെയ്യുന്ന മനുഷ്യർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് മാറും. മാത്രമല്ല, ഇത്രയും ജനങ്ങളുള്ള ഒരു സ്ഥലത്ത് കുറേയധികം യുവജനങ്ങളുണ്ട്. അവർക്ക് കളിക്കളമില്ല. അപ്പോൾ അതും വേറെ ബുദ്ധിമുട്ടുണ്ടാകും. അത് മാത്രവുമല്ല, വൈകുന്നേരമാകുമ്പോഴൊരല്പം ഒന്ന് വിശ്രമിക്കാനുള്ളൊരു സ്ഥലമാണ് ആ ഒരു കടപ്പുറം എന്ന് പറയുന്നത്. അപ്പോൾ അതും എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് ജനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് മാത്രമാണ്. ഞങ്ങളാരും വികസനത്തിനൊന്നും എതിരല്ല. ഞങ്ങളാലാകുന്ന രീതിയിലെല്ലാം സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ജനങ്ങളുടെ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കി അവരെ പാനിക്കാക്കുന്ന രീതിയിലുള്ള ഒരു രീതിയാണ് ഈ തുരങ്കപാത എന്ന് പറഞ്ഞ് കാണുന്നത്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ ജനവാസം ഉള്ള ഭാഗത്തൂടെ പോകാതെ അതല്ലാത്തൊരു പ്രദേശത്തൂടെ പോകാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം തുറമുഖ മന്ത്രിക്കും അതുപോലെ തന്നെ ഫിഷറീസ് മന്ത്രിക്കും വിസിലിൻ്റെ ഡയറക്ടറിനും ഒക്കെ നമ്മൾ 2 പ്രാവശ്യം ഇത് കൊടുത്തിട്ടുണ്ട്. അതവർ വേറെ ചർച്ചയ്ക്കൊന്നും ഇതുവരെ ഞങ്ങളെ വിളിച്ചില്ല. വിളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ എങ്കിലും ഇതുവരെയും ഒരു കൃത്യമായൊരു മറുപടിയും വന്നില്ല. കാരണം ഇങ്ങനൊരു വാർത്ത കേട്ടപ്പോൾ ജനങ്ങൾ ആശങ്കാകുലരാണ്. അതിൻ്റെ കാരണത്താലാണ് ഞങ്ങൾ ഇത് ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നത്. കാരണം ജനങ്ങൾ ഇത്രയും അധികം ഈ തുറമുഖത്തിന് വേണ്ടി നഷ്ടങ്ങൾ സഹിച്ചവരാണ്. ജനങ്ങളുടെ അവർ ജോലി ചെയ്യുന്ന കടൽ പോയി, അവിടെയുള്ള മത്സ്യ ആവാസ വ്യവസ്ഥ എല്ലാം പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴൊക്കെ എല്ലാം ദുരിതത്തിൻ്റെ ഒരു കാലമാണ്. ഒന്നും തന്നെ അവർക്ക് കിട്ടുന്നില്ല. രണ്ടാമത്തെ കാര്യം നോക്കുമ്പോൾ തീരമെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ തീരവും അതുപോലെ തന്നെ ഈ കടലുമൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ തൊഴിലും നഷ്ടപ്പെടുകയാണ്. ഇനി ഫേസ് ചെയ്യാൻ പോകുന്നത് വലിയൊരു പ്രോബ്ലമാണ്. കാരണം കടൽ കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യരെ ഇവിടെ നിന്ന് അകറ്റി എവിടെയെങ്കിലും വിട്ടു കഴിഞ്ഞാൽ അതിന് വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇവിടെ വന്നു എന്ന് പറയുന്നു. അവർ വന്നപ്പോൾ തന്നെ ജനങ്ങൾ ഒത്തിരി ബഹളമൊക്കെ ഉണ്ടാക്കി. അവർ നേരെ ഇവിടെ വന്നപ്പോഴും ഞാൻ അവരെ സമാധാനിപ്പിച്ച് വിട്ടു. ഇത് നമ്മളൊന്നും അറിയിച്ചിട്ടില്ല, അവരറിയിച്ചിട്ടേ കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇതൊക്കെ എടുത്ത ഒരു ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. എല്ലാം നടന്നു കഴിഞ്ഞു എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് വാസ്തവത്തിൽ സത്യത്തിന് നിരക്കാത്തതാണ്. അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാകാനായിട്ട് പാടില്ല. കാരണം ഇത്രയേറെ കഷ്ടപ്പെട്ട് ഈ തുറമുഖത്തിന് വേണ്ടി നിലകൊണ്ട ഒരു സമൂഹമാണെന്നിവിടെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ അവകാശങ്ങളും അവരുടെ ആവശ്യങ്ങളും ഒന്ന് ദയവായി തിരിച്ചറിഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട രീതിയിലുള്ള ഒരു പുനഃക്രമീകരണം
നടത്തുന്നത് നല്ലതാണ്. സാധാരണ ഏതൊരു സ്റ്റഡി നടത്തുമ്പോഴും പ്ലാൻ 1, പ്ലാൻ 2, പ്ലാൻ 3 കാണും. അപ്പോൾ ഈ പ്ലാനാണെങ്കിൽ ഇതിനിങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയുന്നു. അങ്ങനെയെങ്കിൽ ഇത് മാറ്റി വെച്ചിട്ട് അടുത്ത പ്ലാനിലോട്ട് ചിന്തിക്കുന്നത് നന്നായിരിക്കും. കാരണം എല്ലാം ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ ഇങ്ങനെ ഒരു ഉത്കണ്ഠ രേഖപ്പെടുത്തുന്ന അവസരത്തിൽ അതിൻ്റെ ഗൗരവത്തോടുകൂടി പഠിച്ച് മനസ്സിലാക്കി ചെയ്യണമെന്നാണ് അപേക്ഷിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ നമ്മളെല്ലാവരും കേട്ട് മനസ്സിലാക്കി, പ്രത്യേകിച്ച് ഗവൺമെൻറ് നമ്മൾക്ക് വേണ്ടി അനുകൂലമായൊരു നിലപാട് എടുക്കണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അവർക്ക് ഇതെല്ലാം അറിയാമെന്നുള്ളതാണ് ഞാൻ പല ചർച്ചകളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ജനങ്ങളുടെ ജീവിതം ബാധിക്കുന്നതായതുകൊണ്ട് ദയവ് ചെയ്ത് അത് ജനങ്ങളുടെ ആശങ്ക മാറ്റിക്കൊണ്ട് ഒരു നല്ല രീതിയിലുള്ള തീരുമാനമെടുത്ത് നടപ്പിലാക്കണമെന്ന് അപേക്ഷിക്കാനാണ്, അത് ബന്ധപ്പെട്ടവരെ അറിയിക്കാനാണ് ഞങ്ങൾ വിളിച്ചത്. മിക്കവാറും ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ അവിടെ കുറച്ച് കൂടുതൽ ഞങ്ങൾക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞങ്ങളിതിനു മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3-4 പ്രാവശ്യം ഇത് പറഞ്ഞു കഴിഞ്ഞു. രേഖാമൂലം 2 പ്രാവശ്യം ഞങ്ങൾ കൊടുത്തിട്ടുമുണ്ട്. ഇനിയും അതിൻ്റെ മേൽ കുറച്ചുകൂടെ അവർക്ക് എന്തെങ്കിലും വ്യക്തത ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ നൽകാനായിട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തയ്യാറാണ്. ഇത്രയും അറിയിക്കുവാനാണ് നിങ്ങളെ വിളിച്ചത്.